ഞാൻ ആദ്യമായിട്ടാണ് സ്ട്രോബെറി ചെടിയും സ്ട്രോബെറിയും ഇതുപോലെ കിടക്കുന്നത് കാണുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവരികയും ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ താമസിക്കുന്ന അയർലൻഡിലാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷേ പുതിയതായിട്ട് വന്ന കൂട്ടുകാർക്കൊന്നും അറിയത്തുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അയർലൻഡിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു സ്ട്രോബെറി ഫാമുണ്ട്. അപ്പോൾ ഫാം ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണിത്. ഇന്ന് ആൾക്ക് ഓഫായിരുന്നു. അപ്പം ഞങ്ങൾ ഒന്ന് റിലാക്സ് ആവാനും ഒന്ന് പുറത്തൊക്കെ പോകാനും ഒക്കെ റെഡിയായി ഫാം വിസിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനിന്ന് പോയി റെഡിയായിട്ട് വീഡിയോ കാണാം. അയർലൻഡിലെ വെക്സ്ഫോർഡ് എനിസ്കോർട്ടി എന്ന സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് അരമണിക്കൂർ മാത്രമേ ഈ ഫാമിലേക്ക് യാത്രയുള്ളൂ. അപ്പം നമ്മൾ ഏകദേശം ഫാം എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി എത്തിക്കഴിഞ്ഞു. നമ്മൾ കാർ പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു മൂട പോലെ ഇട്ടിരിക്കുന്ന ഫുള്ള് സ്ട്രോബെറി ഗാർഡനാണ്. നമ്മൾ ഫാമിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുകൾ ഭാഗത്തേക്ക് പോവുകയാണ്. നമുക്കൊരു എൻട്രൻസ് ഫീസ് ഉണ്ട്. എൻട്രൻസ് ഫീസ് മുതിർന്നവർക്ക് 5 യൂറോ ആണ്, കുട്ടികൾക്ക് ഫീസൊന്നുമില്ല. അപ്പോൾ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് ശേഷം മാത്രമേ അവർ കയറ്റി വിടത്തുള്ളൂ. എൻട്രൻസ് ഫീസ് അടയ്ക്കുന്ന സമയത്ത് നമുക്കൊരു ബക്കറ്റ് പോലത്തെ സംഭവം തരും. അതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറി കളക്ട് ചെയ്യാം. പിന്നെ തിരിച്ചിറങ്ങുന്ന സമയത്ത് ആ ഒരു ബക്കറ്റ് അവിടെ കൊടുത്ത് എത്ര കിലോ ആയെന്ന് തൂക്കിയതിന് ശേഷം അവർ അതിനുള്ള പൈസ പറയും. പൈസ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചിറങ്ങി പോരാം. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി നമുക്ക് അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല റെഡ് കളറിൽ പഴുത്ത് കിടപ്പുണ്ട്. പഴുത്തതൊക്കെ നമുക്ക് പിക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വിസിറ്റേഴ്സ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സ്ട്രോബെറി ഇതുപോലെ ഉണ്ടായി കിടക്കുന്നതും കാണുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നമുക്കിവിടെ നിന്ന് ആവശ്യത്തിനുള്ള സ്ട്രോബെറി കഴിക്കുകയും ചെയ്യാം. അതിനുശേഷം ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കളക്ട് ചെയ്ത് അവർ തന്നിരിക്കുന്ന പാത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവരത് തൂക്കി അതിൻ്റെ പൈസ പറഞ്ഞ് നമുക്ക് പോകാൻ നേരം അത് കളക്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു ഫാമിൽ തന്നെ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവർക്ക് ഇവിടെ ആടും പശുവും അതേപോലെ കുതിരയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വന്നതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.